എക്കോയെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പം നമുക്കിതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒന്ന് ചോദിക്കണം. കാരണം മുഴുവനും ഒരു കാട് മല അങ്ങനെ ഒരു ഏരിയയാണ്. അപ്പം ഇതിൻ്റെ ആർട്ടിൻ്റെ സാധ്യതകൾ നമുക്ക് ആ വീടൊക്കെ ആക്ച്വലി സെറ്റാണോ ശരിക്കും? ഇതിൻ്റെ ഒരു ആർട്ടിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മൾ കണ്ട എന്തൊക്കെയായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ആർട്ട്? ഒറ്റ വാക്കിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പറഞ്ഞോ. ആ ലോഡ്ജ് ഉണ്ടല്ലോ ഫസ്റ്റത്തെ, അതൊഴികെ ബാക്കി എല്ലാ ആർട്ടാണ്. അതൊഴികെ ബാക്കി എല്ലാ ആർട്ടാണോ? അതെ. അതെ അതെ. സജീഷിൻ്റെ ആക്ച്വലി എന്താ നമുക്ക് അന്നത്തെ ഒരു പീരീഡിൽ ഉള്ള പ്രോപ്പർ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ വീടുകൾ കിട്ടാൻ പാടാണ്. ഈവൻ മലയുടെ മുകളിൽ ഒരു വീട് നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും കൊണ്ടുവരാൻ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ അത് എന്തായാലും ആ ഡിസൈൻ സജീഷിൻ്റെ ടോട്ടലി ക്രെഡിറ്റ് സജീഷിൻ്റെയാണ്. ലൈക്ക് അയാൾ ഉണ്ടാക്കിയ നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ കാലഘട്ടത്തിൽ മീൻസ് ആ ക്യാരക്ടറിൻ്റെ ഒരു കുര്യച്ചൻ്റെ വീട് എന്നുള്ളത് അത് ആ രീതിയിൽ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ അതിനെ വലിയൊരു പോർഷനും ആവാൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലായിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു ടെറൈൻ്റെ മുകളിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഒരു മൂഡ് സെറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? ഇപ്പം സ്ക്രിപ്റ്റ് കഴിയുന്നു, ഇതൊരു ത്രില്ലറാണെന്ന് വെച്ചാൽ ത്രില്ലറാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മൂഡാണ് ഈ സിനിമയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കിഷ്കിന്ധയുടെ ഒരു മൂഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഭാരം കയറ്റി വെച്ച പോലെയായിരുന്നു ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത് എൻ്റെ മോനെ വിളിക്കുക, വീഡിയോ കോൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. കാരണം അതുപോലൊരു ഭാരം കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്ന പുറത്തേക്ക്. ഇപ്പം ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഒരു മൂഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിക്കേട്ടോ. ഓക്കെ, ഇതൊരു കാട് ഏരിയ നടക്കുന്നതാണ്, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇതിലും സ്ലോ ആയിട്ട് പോവാം. ഈ ഒരു മൂഡ് സെറ്റിംഗ് ഡിസ്കഷൻ എങ്ങനെയാണ് ശരിക്കും? കാര്യമായിട്ട് അതിൽ വലിയ ഡെലിബറേറ്റ് പ്ലാനിങ്ങുകൾ അതിനു വേണ്ടിയിട്ടൊന്നും ചിലവഴിച്ചിട്ടില്ല. സ്റ്റോറി നരേറ്റ് ചെയ്യുക എന്നുള്ള, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഇതിൽ ഒത്തിരി പ്ലാൻ ചെയ്യാതിരിക്കലും ഒരു സ്ട്രാറ്റജിയാണ്. ചിലപ്പോൾ നമ്മൾ ആ ഓൾറെഡി പ്രീ കൺസീവ് ചെയ്ത് വെച്ച പ്ലാനിലേക്ക് ഫിറ്റിൻ ചെയ്യാൻ വേണ്ടി കോൺഷ്യസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ചിലപ്പോൾ നല്ലൊരു സാധ്യത നമ്മൾ കണ്ടില്ല എന്ന് പോലും വരും. ബിക്കോസ് യു ആർ ഓൾറെഡി സെർച്ചിങ് ഫോർ സംതിങ് ലൈക്ക് ദിസ് എന്നുള്ളൊരു അവയർനെസ് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിനേക്കാളും നല്ലൊരു സാധനം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കാണാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ക്ലീൻ സ്ലേറ്റ് ആയിട്ട് പോയി കഴിയുമ്പോൾ വിചാരിക്കാത്തൊരു സാധനം ഇങ്ങനെയും ആവാലോ എന്നുള്ളത്, അങ്ങനെ കുറച്ച് ഓപ്പൺനെസ് ഉണ്ട്. പിന്നെ നമ്മൾ നാരേറ്റീവിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദ ബെസ്റ്റ് പോസിബിൾ വേ എന്താണ്, അതിലേക്കാണ് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. കിട്ടുന്ന സാധനങ്ങൾ പിടിക്കാം, കിട്ടുന്ന സാധനങ്ങളിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കത് അഡാപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഇതിൽ പറയുന്ന ഇപ്പോൾ ഈ എന്താണ് ഇപ്പോൾ കോടയോ മഴയോ കാറ്റോ അതൊരിക്കലും നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് കിട്ടില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്കൊരിക്കലും ആക്ച്വലി ഷൂട്ട് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഇമ്പോസിബിൾ സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് ആ സമയത്ത് നമുക്കെന്നാൽ ഇങ്ങനെ എടുത്ത് നോക്കാം, ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് സ്ക്രീനിൽ കാണുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ട്രൈ നോക്കിയാണ്. ഓക്കെ, ലെറ്റ്സ് യൂസ് ഇറ്റ് ടു അവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ വെച്ച ഫ്രെയിമുകൾ ഉണ്ടല്ലേ ശരിക്കും? പിന്നെ ഉറപ്പായിട്ടും കൂടുതലും സ്പോണ്ടേനിയസ് ആയിട്ട് കുറേ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഞങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു സർട്ടൻ ലിമിറ്റിൻ്റെ അകത്ത്, സർട്ടൻ ഗൈഡ് ലൈൻസിൻ്റെ അകത്ത് പ്രൊജക്റ്റ് നിർത്തണം, ഇത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് തീർത്തേ പറ്റുള്ളൂ. പിന്നെ സെറ്റ് വർക്ക് പരിപാടികൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ബഡ്ജറ്റ് കാര്യങ്ങൾ. അപ്പോൾ അഡാപ്റ്റീവ് പ്ലാൻസ് ഡേ ബൈ ഡേ ബേസിസിൽ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നരേറ്റീവ് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു സാധനം അത് മാത്രമേ ചെയ്തു എന്ന് പറയുന്ന വാശിയിൽ പോവാതെ വീണിടം വിദ്യയാക്കിയിട്ട് നരേറ്റീവിന് കോംപ്രമൈസ് വരരുത്. കഥയിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കോടയുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് എന്തുകൊണ്ട് ഈ ഡബിൾ പ്രഷർ എന്തുകൊണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, ഇപ്പോൾ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു സീനിൽ ഇത്രയും ഷോട്ടുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും ഓക്കെ ഇതിന് ഇനിയൊരു 2 ഷോട്ടും കൂടി ഈ സീനിൽ എടുക്കാനുണ്ടാവും. അപ്പോൾ ഈ ആദ്യത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രഷറാണ്. എന്താ കോട വരുന്നതിന് കണ്ടിന്യൂറ്റി ബ്രേക്ക് ആണതിന് മുന്നേ, അല്ലെങ്കിൽ മഴ പെയ്ത് അല്ലെങ്കിൽ ആംബിയൻസ് മാറി കണ്ടിന്യൂറ്റി ബ്രേക്ക് ആണതിന് മുന്നേ അടുത്ത 2 കൂടി ഷോട്ട് കൂടെ എടുക്കാനുണ്ട്. സോ ഈ ഷോട്ട് നമ്മൾ റഷ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു എല്ലാ ഷോട്ടും നമ്മൾ ആ എഡ്ജിലായിരുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇത് കോട വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും 1 മണിക്കൂർ. അപ്പോൾ അത് ടോട്ടൽ ഒരു ഡേയുടെ ഷൂട്ടിംഗ് ലോജിസ്റ്റിക്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവരും അസിസ്റ്റൻസ് ആയാലും ഓൾ ക്രൂ ആർട്ടിസ്റ്റ് എല്ലാവരും ആ എഡ്ജിലായിരുന്നു. അപ്പോൾ വിനീതേട്ടനൊക്കെ ഇപ്പോൾ ആ സീനൊക്കെ ഉണ്ടല്ലോ, നമ്മളാത്തിച്ചേർത്തിയുടെ പുറത്ത് മുറ്റത്ത് നിന്നിട്ട് പുള്ളി സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് മഴ വന്നുകൊണ്ടേ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഒരിടയ്ക്ക് ഒരു ടേക്ക് കഴിഞ്ഞിട്ട് മഴ വന്നപ്പോൾ
ക്യാമറ തിരിച്ച് വീണ്ടും വീട്ടിനകത്ത് കയറ്റി പുറത്ത് കൊണ്ടുവരാൻ അതിനൊരു 10-15 മിനിറ്റ് എടുക്കും. അതിൻ്റെ എല്ലാം പുതച്ച് മഴ അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവരണമല്ലോ. അപ്പോൾ ആ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അസിസ്റ്റന്റിൻ്റെ അടുത്ത് ചോദിച്ചു, ക്യാമറ ഇവിടെ തന്നെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് മൂടി പൊതിച്ചിരിക്കാം, വേണമെങ്കിൽ കുടയും സപ്പോർട്ടൊക്കെ ഇവിടെ ഇരിക്കാം. ക്യാമറ അസിസ്റ്റന്റ് ഭയങ്കര അങ്ങനെ ഒരു ഡയറക്റ്റ് സ്പിരിറ്റുള്ള ഒരാളായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇരിക്കാം. അപ്പോൾ വിനീതേട്ടനെ ഇവിടെ വെക്കുന്നുണ്ട് കുടയും പിടിച്ചിട്ട്. പറഞ്ഞു, വിനീതേട്ടാ ചേട്ടനെ അകത്തോട്ട് ഇരുന്നോ, നമുക്ക് മഴ കഴിയുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ, ഉള്ളിൽ വിളിക്കാം എന്ന് പറഞ്ഞു. ഇല്ലല്ലോ, നോനോ ഞാൻ ഇവിടെ ഇരിക്കാം, ഫൈൻ. പെട്ടെന്ന് അങ്ങനെ മഴ മാറി 20 സെക്കൻഡ് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് ഷോട്ട് എടുക്കാമല്ലോ. ആ ഒരു 20 സെക്കൻഡ് ഗ്യാപ്പ് എപ്പോഴാണ് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ എടുക്കാമല്ലോ എന്നുള്ളൊരു ഫയറിൽ പുള്ളി 15 മിനിറ്റ് അവിടെ നിൽക്കുക. ആ 20 സെക്കൻഡ് എപ്പോഴാണ് വരികയെന്ന് അറിഞ്ഞോളൂ. അത്രയും സപ്പോർട്ടായിരുന്നു എല്ലാവരും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ മുന്നേ പോയി നമ്മൾ ലൊക്കേഷൻ കാണുന്നു, അല്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ലൊക്കേഷൻ മാറുന്ന ഒരു സാഹചര്യം വന്നിട്ട് അപ്പോൾ അന്നേരം കണ്ടുപിടിച്ച ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ സീൻ ഷൂട്ട് ചെയ്യുന്നു, അത് ഈ ഉർവശിശാപ ഉപകാരം എന്ന് പറയുന്നത് അത് ഓക്കെ ഇവിടെ ചെയ്ത് അവിടെ ചെയ്തെങ്കിൽ ഇത്രയും നന്നാവില്ലായിരുന്നു തോന്നി ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ അതിൻ്റെ അകത്ത്? ഒരുവിധം മാർക്ക് ചെയ്ത സ്ഥലത്ത് ചാർട്ടിങ് അതുപോലെയായിരുന്നു. നമ്മുടെ അസോസിയേറ്റ് സാഗരേട്ടൻ ഈ കാലാവസ്ഥ പ്രഡിക്ഷനും കൂടെ മനസ്സിൽ ആലോചിച്ചിട്ട് ഏതൊക്കെയാണ് പണി വരാൻ സാധ്യതയുള്ളത്. ഇപ്പൊ വിനീതേട്ടൻ ടെന്റ് കെട്ടി താമസിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഏകദേശം ഒരു മെയ് പകുതിയോട് കൂടി തന്നെ മഴ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ മഴ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ച് ഡിലേ ആക്കരുത് ലൊക്കേഷൻ. കാരണം അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൂടെ വെള്ളം വരും. അപ്പോൾ അത് പിന്നെ ഇമ്പോസിബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് പുള്ളി അതൊക്കെ ഏതൊക്കെ ലൊക്കേഷനിൽ ഏതൊക്കെ സമയമായിരിക്കും നമുക്ക് പാരാ, അതൊക്കെ അതിന് മുന്നേ വരാം. വീട് ഏറ്റവും ലാസ്റ്റത്തേക്ക് വെക്കാം, കാരണം അപ്പോഴത്തേക്ക് മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോർ ഒക്കെ തീർക്കുമല്ലോ. അപ്പോൾ പുള്ളിയുടെ ഭയങ്കര കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. പുള്ളിയുടെ കാലാവസ്ഥയും പിടിച്ചു. അല്ല, നമ്മൾ പടം തീരുന്ന സമയത്ത് അവിടെ ഫുൾ വെള്ളം കയറിയിട്ടുണ്ട്. ആ ഒരു നമ്മളെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ ഓക്കെ ഈ ദിവസം കൂടി ലാസ്റ്റ് ഡേ കൂടെ ഒരു ഷൂട്ടുണ്ട്. അതുവരെ നമുക്ക് പേടിയായിരുന്നു, എന്താ പറയുക വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവിടെ ഫുൾ വെള്ളമാണ്. ദൈവമായിട്ട് അനുഗ്രഹിച്ച് അത്ര ദിവസം നിർത്തി തന്ന പോലല്ലേ. ന്യൂസിൽ കാണിച്ചു ആ പ്ലേസിന്റെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഫുള്ള് ടോട്ടൽ ആ വെള്ളച്ചാട്ടത്തിന് അടുത്ത് പോലും പോകാൻ പറ്റാത്ത, അതിന്റെ എത്രയോ കിലോമീറ്റർ വരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ക്ലോസ്ഡ് ആണ്. മീൻസ് അവിടെ ഇനി എൻട്രി ഇല്ല എന്നുള്ള രീതിയിൽ വന്നു. ശരിക്കും അങ്ങനെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഇല്ല? നിങ്ങൾക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഇങ്ങനെ സ്ഥിരമായിട്ട് വെള്ളച്ചാട്ടം പോകുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണോ ഇത് നമുക്ക് വരാനുള്ള സാധ്യതകൾ. അങ്ങനത്തെ ഈ എന്താണ് ജിയോഗ്രഫിയുടെ കുറച്ച് അപകട സാധ്യതയും കൂടി ഇങ്ങനത്തെ ഷൂട്ട് വരുന്നതിനകത്ത് നിങ്ങളിത് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ടെൻഷൻസ് ഉണ്ടായിരുന്നു? ഇങ്ങനെ 100% എന്താണ് ഒന്ന് ആർട്ടിസ്റ്റിനെ നമ്മൾ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വിനീതേട്ടനെ ആയാലും അശോകേട്ടന് ആ നിൽക്കുന്ന ഒരു സീനില്ലേ വന്നിട്ട് ഒരു ഫുൾ മൗണ്ടെയിൻസ് എല്ലാം കാണിക്കുന്ന ബാക്ക് ഷോട്ട്, ആ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടിയിട്ട് ഒരു കരക്ക് കയറാൻ പറ്റില്ല. അത് ഓടുക എന്ന് പറഞ്ഞാൽ കുറേ ഇതിൻ്റെ ഒരു ചാനലായിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പാറ കഴിഞ്ഞിട്ട് ജമ്പ് ചെയ്തിട്ട് വേണം മറ്റേ പാറിലേക്ക് പോകാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാമെന്നുള്ള അവസ്ഥയൊന്നുമില്ല, വെള്ളം നേരെ. അപ്പോൾ വിനീതേട്ടനെല്ലാം ആ സമയത്ത് വിനീതേട്ടനാണ് കുറച്ച് സീനിയർ ആയതുകൊണ്ട് നമ്മളോടെല്ലാം ഇങ്ങനെ പറയും, രഞ്ജിത്തെ ശ്രദ്ധിക്കണേ, ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അപകടം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ആ വെള്ളം. പക്ഷേ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുമെന്ന് പറഞ്ഞു, അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കയറി മാറിക്കോളും. മുകളിൽ ഇൻഫർമേഷൻ എന്തെങ്കിലും മഴ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഓക്കെ നിങ്ങൾ ഇനി അവിടെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ സെക്യൂരിറ്റി ഇത് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ധൈര്യവും